ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിന്റെ ഗതിയെത്തന്നെ മാറ്റിമറിച്ച ഏറ്റവും മഹത്തായ ജനകീയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് 1789 ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവം. നൂറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്ന സ്വേച്ഛാധിപത്യ രാജഭരണത്തിനും ജനങ്ങളെ പിഴിഞ്ഞിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിക്കും അസമത്വങ്ങൾക്കുമെതിരെ സാധാരണക്കാരായ ജനങ്ങൾ നടത്തിയ പോരാട്ടമായിരുന്നു ഇത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റർണിറ്റി എന്ന വിപ്ലവ മുദ്രാവാക്യം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായി മാറി. രാജാവിന്റെ അമിത ആഡംബരങ്ങളും യുദ്ധങ്ങൾ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയും പട്ടിണിയും പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചു. ബാസ്റ്റൽ കോട്ടയുടെ തകർച്ചയോടെ തുടങ്ങിയ ഈ വിപ്ലവം രാജഭരണത്തിന് അന്ത്യം കുറിക്കുകയും ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റുകയും ചെയ്തു. മാനവികതയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. 1. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1789. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1789 മെയ് മാസത്തിൽ എസ്റ്റേറ്റ് ജനറലിന്റെ സമ്മേളനത്തോടെയാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഫ്രാൻസിൽ തുടക്കമായത്. 2. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. മനുഷ്യർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങളെയും അവർക്കിടയിലുണ്ടാകേണ്ട ഒരുമയെയും മുൻനിർത്തിയാണ് വിപ്ലവകാരികൾ ഈ 3 വാക്കുകൾ തങ്ങളുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. 3. വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഉത്തരം ലൂയി 16. ലൂയിസ് 1. ബോർബൻ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഇദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക നയങ്ങളും ദീർഘവീക്ഷണമില്ലായ്മയും വിപ്ലവം ആളിക്കെത്താൻ കാരണമായി. 4. ലൂയി 16 രാജ്ഞി ആരായിരുന്നു? ഉത്തരം മേരി ആന്റോണറ്റ്. ഓസ്ട്രിയൻ രാജകുമാരിയായിരുന്ന മേരി ആന്റോണറ്റ് ഫ്രഞ്ച് ജനതയുടെ പട്ടിണിയെയും ദുരിതങ്ങളെയും പരിഹസിക്കുന്ന രീതിയിലുള്ള ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. 5. ജനങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, അവർ കേക്ക് കഴിക്കട്ടെ എന്നു പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം മേരി ആന്റോണറ്റ്. രാജ്യത്ത് കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് രാജ്ഞിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു എന്ന് കാണിക്കാനാണ് ഈ പ്രസ്താവന ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത്. 6. വിപ്ലവത്തിന് തൊട്ടുമുമ്പ് ഫ്രഞ്ച് സമൂഹം എത്ര തട്ടുകളായിട്ടാണ് തിരിഞ്ഞിരുന്നത്? ഉത്തരം 3 തട്ടുകളായി, 3 എസ്റ്റേറ്റ്സ്. വൈദികർ ഫസ്റ്റ് എസ്റ്റേറ്റ്, പ്രഭുക്കന്മാർ സെക്കൻഡ് എസ്റ്റേറ്റ്, കർഷകരും വ്യാപാരികളും അടങ്ങുന്ന സാധാരണ ജനങ്ങൾ തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെയായിരുന്നു ആ വിഭജനം. 7. ഫ്രാൻസിലെ നികുതിഭാരം മുഴുവൻ ചുമക്കേണ്ടിവന്നത് ഏത് എസ്റ്റേറ്റിനായിരുന്നു? ഉത്തരം തേർഡ് എസ്റ്റേറ്റ്, സാധാരണ ജനങ്ങൾ. ജനസംഖ്യയുടെ 98% വരുന്ന സാധാരണക്കാരാണ് രാജ്യത്തെ മുഴുവൻ നികുതിയും ഒടുക്കിയിരുന്നത്. എന്നാൽ വലിയ ഭൂസ്വത്തുക്കളുള്ള വൈദികർക്കും പ്രഭുക്കന്മാർക്കും നികുതി ഇളവുകളുണ്ടായിരുന്നു. 8. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകാത്മകമായ തുടക്കമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? ഉത്തരം ബാസ്റ്റൽ കോട്ടയുടെ തകർച്ച. രാജാവിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്ന ബാസ്റ്റൽ ജയിൽ 1789 ജൂലൈ 14 ജനക്കൂട്ടം ആക്രമിച്ചു തകർത്തു. ഈ ദിവസമാണ് ഫ്രാൻസിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത്. 9. ഫ്രഞ്ച് ജനപ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി പ്രതിജ്ഞയെടുത്ത സംഭവം എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് ഓത്ത്. ഭരണഘടന നിർമ്മിക്കാതെ തങ്ങൾ പിരിഞ്ഞുപോകില്ല എന്ന് തേർഡ് എസ്റ്റേറ്റിലെ പ്രതിനിധികൾ 1789 ജൂൺ 20 എടുത്ത ഉറച്ച തീരുമാനമാണിത്. 10. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം രൂപീകരിക്കപ്പെട്ട സഭയുടെ പേരെന്താണ്? ഉത്തരം നാഷണൽ അസംബ്ലി. സാധാരണ ജനങ്ങളുടെ പ്രതിനിധികൾ തങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രൂപീകരിച്ച സഭയാണിത്. 11. ഫ്രഞ്ച് വിപ്ലവത്തിന് ആശയപരമായ അടിത്തറ നൽകിയ പ്രമുഖ ചിന്തകന്മാർ ആരൊക്കെയാണ്? ഉത്തരം വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇവരുടെ എഴുത്തുകളും ചിന്തകളും ജനങ്ങളെ രാജഭരണത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ചും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കി. 12. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എവിടെയും അവൻ ചങ്ങലകളിലാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ആരാണ്? ഉത്തരം ജീൻ ജാക്ക് റൂസോ. അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകത്തിലെ ഈ വരികൾ വിപ്ലവകാരികൾക്ക് വലിയ ആവേശമാണ് പകർന്നു നൽകിയത്. 13. ഫ്രഞ്ച് വിപ്ലവകാലത്ത് കുറ്റവാളികളുടെ തലയെറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഗില്ലോട്ടീൻ. മരണശിക്ഷ നടപ്പാക്കുന്നത് കൂടുതൽ വേഗത്തിലാക്കാനും എല്ലാവർക്കും ഒരേപോലെയുള്ള ശിക്ഷ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഡോക്ടർ ജോസഫ് ഗില്ലറ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഉപകരണം നിർമ്മിച്ചത്. 14. ലൂയി 16 രാജാവിനെ ഗില്ലറ്റിനിൽ വധിച്ച വർഷം ഏതാണ്? ഉത്തരം 1793.
രാജ്യദ്രോഹക്കുറ്റം ചുമത്തി വിപ്ലവ സർക്കാർ രാജാവിനെ 1793 ജനുവരിയിൽ പൊതുജനമധ്യത്തിൽ വെച്ച് വധിക്കുകയായിരുന്നു. 15. ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഏറ്റവും ഭീതിജനകമായ ഭരണഘട്ടം ഏതാണ്? ഉത്തരം ഭീകരഭരണം, റെയിൻ ഓഫ് ടെറർ. 1793 മുതൽ 1794 വരെയുള്ള കാലയളവിൽ വിപ്ലവത്തിനെതിരെ നിൽക്കുന്നു എന്ന് സംശയിക്കുന്ന ആയിരക്കണക്കിനാളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കാലഘട്ടമാണിത്. 16. ഭീകരഭരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വിപ്ലവ നേതാവ് ആരായിരുന്നു? ഉത്തരം മാക്സിമിലിയൻ റോബസ്പിയർ. ജാക്കോബിൻ ക്ലബിന്റെ നേതാവായിരുന്ന ഇദ്ദേഹം വിപ്ലവത്തിന്റെ ശുദ്ധീകരണത്തിന് എന്ന പേരിൽ കടുത്ത അടിച്ചമർത്തലുകളാണ് നടത്തിയത്. 17. മാക്സിമിലിയൻ റോബസ്പിയറുടെ അന്ത്യം എങ്ങനെയായിരുന്നു? ഉത്തരം അദ്ദേഹത്തെയും ഗില്ലറ്റിനിൽ വധിച്ചു. റോബസ്പിയറുടെ ഭീകരത അതിരുവിട്ടപ്പോൾ സഹപ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 1794 ജൂലൈയിൽ മരണശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. 18. ഫ്രഞ്ച് വിപ്ലവകാലത്ത് രൂപംകൊണ്ട 2 പ്രധാന രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും. കൂടുതൽ തീവ്രമായ മാറ്റങ്ങൾ ആഗ്രഹിച്ചവരായിരുന്നു ജാക്കോബിനുകൾ, എന്നാൽ കുറച്ചുകൂടി മിതമായ മാറ്റങ്ങൾ മതിയെന്ന് വാദിച്ചവരായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. 19. നാഷണൽ അസംബ്ലി പാസാക്കിയ ചരിത്രപ്രസിദ്ധമായ അവകാശ പ്രഖ്യാപനം ഏതാണ്? ഉത്തരം മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. എല്ലാ മനുഷ്യരും തുല്യാവകാശങ്ങളോടെയാണ് ജനിക്കുന്നതെന്നും അവർക്ക് സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും അവകാശമുണ്ടെന്നും പ്രഖ്യാപിച്ച രേഖയാണിത്. 20. വിപ്ലവത്തിന്റെ ഭാഗമായി സ്ത്രീകൾ കൊട്ടാരത്തിലേക്ക് നടത്തിയ പ്രശസ്തമായ മാർച്ച് ഏതാണ്? ഉത്തരം വേഴ്സായ് മാർച്ച്, വുമൻസ് മാർച്ച് ഓൺ വേഴ്സായ്. 1789 ഒക്ടോബറിൽ പട്ടിണിയിലായ ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുകയും രാജാവിനെ പാരീസിലേക്ക് വരാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു. 21. ഫ്രഞ്ച് രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്ന ആഡംബര കൊട്ടാരം ഏതാണ്? ഉത്തരം വേഴ്സായ് കൊട്ടാരം, പാലസ് ഓഫ് വേഴ്സായ്. പാരീസ് നഗരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം രാജാക്കന്മാരുടെ ധൂർത്തിന്റെയും ജനങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലിന്റെയും പ്രതീകമായിരുന്നു. 22. ഫ്രഞ്ച് വിപ്ലവത്തിന് വഴിമരുന്നിട്ട ഫ്രാൻസിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു കാരണം എന്തായിരുന്നു? ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെ സഹായിച്ചത്. ബ്രിട്ടനെ തോൽപ്പിക്കാനായി അമേരിക്കൻ കോളനികളെ ഫ്രാൻസ് സാമ്പത്തികമായും സൈനികമായും സഹായിച്ചത് അവരുടെ ഖജനാവ് പൂർണ്ണമായി ശൂന്യമാക്കി. 23. വിപ്ലവകാലത്ത് പള്ളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നാഷണൽ അസംബ്ലി കൊണ്ടുവന്ന നിയമം ഏതാണ്? ഉത്തരം സിവിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ക്ലർജി. കത്തോലിക്കാ സഭയെ പൂർണ്ണമായും ഫ്രഞ്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനും പള്ളിയുടെ സമ്പത്ത് രാജ്യത്തിന്റെ കടം വീട്ടാൻ ഉപയോഗിക്കാനും ഈ നിയമം വഴി സാധിച്ചു. 24. ഫ്രാൻസിന്റെ ദേശീയ ഗാനമായി മാറിയ വിപ്ലവഗാനം ഏതാണ്? ഉത്തരം ലാ മാഴ്സെയ്ലാസ്, ലാ മർസെയേസ്. ക്ലോഡ് ജോസഫ് റൂഗെ ഡി ലിസ്ലെ രചിച്ച ഈ ഗാനം വിപ്ലവത്തെ സംരക്ഷിക്കാൻ മാഴ്സെയിൽസിൽ നിന്ന് പാരീസിലേക്ക് മാർച്ച് ചെയ്ത സൈനികരാണ് ജനപ്രിയമാക്കിയത്. 25. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി രൂപംകൊണ്ട പുതിയ കലണ്ടർ ഏതാണ്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവ കലണ്ടർ, റിപ്പബ്ലിക്കൻ കലണ്ടർ. പഴയ ക്രൈസ്തവ കലണ്ടറിനു പകരം വിപ്ലവത്തിന്റെ പ്രാധാന്യവും പ്രകൃതിയിലെ മാറ്റങ്ങളും ഉൾക്കൊണ്ട് മാസങ്ങൾക്ക് പുതിയ പേരുകൾ നൽകിയ കലണ്ടറാണിത്. 26. ഫ്രാൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ലൂയി 16നെയും കുടുംബത്തെയും പിടികൂടിയ സ്ഥലം ഏതാണ്? ഉത്തരം വാരൻസ്. 1791 വേഷപ്രച്ഛന്നരായി രാജ്യ അതിർത്തി കടക്കാൻ ശ്രമിച്ച രാജകുടുംബത്തെ ജനങ്ങൾ തിരിച്ചറിയുകയും പാരീസിലേക്ക് തടവുകാരായി തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു. 27. വിപ്ലവകാലത്ത് സാധാരണക്കാരായ തൊഴിലാളികൾ ധരിച്ചിരുന്ന നീളമുള്ള പാൻസ് കാരണം അവർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം സാൻസ്കുലോട്ട്സ്. പ്രഭുക്കന്മാരെപ്പോലെ മുട്ടുവരെയുള്ള പ്രത്യേകതരം പാൻസ് ധരിക്കാത്തവർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇവർ വിപ്ലവത്തിന്റെ ശക്തമായ ഒരു വിഭാഗമായിരുന്നു. 28. ഭീകരഭരണത്തിനു ശേഷം ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ച അഞ്ചംഗ സമിതിയുടെ പേരെന്തായിരുന്നു? ഉത്തരം ഡയറക്ടറി. ഒരാളുടെ കൈകളിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത് തടയാൻ വേണ്ടി രൂപീകരിച്ച ഭരണസംവിധാനമായിരുന്നു ഇത്. എങ്കിലും ഇത് അഴിമതി നിറഞ്ഞതും ദുർബലവുമായിരുന്നു. 29. ദുർബലമായ ഡയറക്ടറി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത സൈനിക നേതാവ് ആരാണ്? ഉത്തരം നെപ്പോളിയൻ ബോണപ്പാർട്ട്. തന്റെ യുദ്ധവിജയങ്ങളിലൂടെ ജനസമ്മതി നേടിയ നെപ്പോളിയൻ 1799 അട്ടിമറിയിലൂടെ ഫ്രാൻസിന്റെ ഭരണാധികാരിയായി മാറി. 30. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിച്ചമർത്തലുകൾക്കിടയിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തിയ പ്രമുഖ വനിത ആരാണ്? ഉത്തരം ഒളിംപ് ഡി ഗൂജ്.
സ്ത്രീകൾക്കും തുല്യാവകാശങ്ങൾ വേണമെന്ന് വാദിച്ചുകൊണ്ട് ഇവർ വനിതാ അവകാശ പ്രഖ്യാപനം തയ്യാറാക്കി. എങ്കിലും പിന്നീടിവർക്കും ഗില്ലറ്റിൻ ഇരയാകേണ്ടിവന്നു. 31. വിപ്ലവകാലത്ത് പാരീസിൽ തടവുകാരെ പാർപ്പിച്ചിരുന്ന മറ്റൊരു പ്രശസ്തമായ ജയിൽ ഏതാണ്? ഉത്തരം കോൺസിയർജറി. മേരി അന്റോണറ്റ് രാജ്ഞി ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഗില്ലറ്റിനിലേക്ക് കൊണ്ടുപോകുന്നതിനു മുൻപ് പാർപ്പിച്ചിരുന്നത് ഈ കൊട്ടാര സമുച്ചയത്തിലായിരുന്നു. 32. ഫ്രഞ്ച് വിപ്ലവത്തെ പിന്തുണച്ച ബ്രിട്ടീഷ് ചിന്തകനും എഴുത്തുകാരനും ആരായിരുന്നു? ഉത്തരം തോമസ് പെയിൻ. അദ്ദേഹത്തിന്റെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന പുസ്തകം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെ ന്യായീകരിക്കുന്നതായിരുന്നു. 33. ഫ്രഞ്ച് വിപ്ലവത്തിനു തൊട്ടുമുമ്പ് ഫ്രാൻസിലുണ്ടായ പ്രകൃതി ദുരന്തം എന്തായിരുന്നു? ഉത്തരം കടുത്ത ശൈത്യവും വരൾച്ചയും. ഇത് കാർഷിക വിളവെടുപ്പിനെ മോശമായി ബാധിക്കുകയും രാജ്യത്ത് വലിയ തോതിൽ പട്ടിണിയും വിലക്കയറ്റവും ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്തു. 34. വിപ്ലവകാലത്ത് നാഷണൽ അസംബ്ലി കൊണ്ടുവന്ന പുതിയ നാണയ സംവിധാനം ഏതാണ്? ഉത്തരം അസൈനാറ്റുകൾ. കണ്ടുകെട്ടിയ പള്ളിവക ഭൂമിയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കി ഇറക്കിയ ഒരു തരം പേപ്പർ കറൻസിയായിരുന്നു ഇത്. 35. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി ഫ്രാൻസിൽ ഇല്ലാതാക്കപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതി ഏതാണ്? ഉത്തരം ഫ്യൂഡലിസം, നാടുവാഴിത്തം. പ്രഭുക്കന്മാർക്ക് കർഷകരുടെ മേലുണ്ടായിരുന്ന അന്യായമായ അധികാരങ്ങളും അടിമപ്പണിയും പൂർണ്ണമായും നിയമം മൂലം നിരോധിക്കപ്പെട്ടു. 36. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരിലുണ്ടാക്കിയ സ്വാധീനം എന്തായിരുന്നു? ഉത്തരം ഭയവും ആശങ്കയും. തങ്ങളുടെ രാജ്യങ്ങളിലെ ജനങ്ങളും വിപ്ലവം നടത്തുമോ എന്ന് ഭയന്ന് ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 37. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളായിരുന്ന സംഘടനകൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഉത്തരം രാഷ്ട്രീയ ക്ലബ്ബുകൾ, പൊളിറ്റിക്കൽ ക്ലബ്സ്. വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകൾ ഒത്തുകൂടി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഇടങ്ങളായിരുന്നു ഇവ. 38. വിപ്ലവ സർക്കാരിന്റെ സുരക്ഷയ്ക്കായി രൂപീകരിച്ച ക്രൂരമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന സമിതി ഏതാണ്? ഉത്തരം കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ അടിച്ചമർത്താൻ റോബസ്പിയറുടെ നേതൃത്വത്തിൽ പരമാധികാരം നൽകി രൂപീകരിച്ച സമിതിയായിരുന്നു ഇത്. 39. വിപ്ലവത്തിനു മുൻപ് ഫ്രാൻസിലെ പ്രധാന നികുതിയായിരുന്ന ടൈലെ എന്തിന്മേലുള്ള നികുതിയായിരുന്നു? ഉത്തരം ഭൂനികുതി. സാധാരണ കർഷകർ തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഈ ഇനത്തിൽ സർക്കാരിലേക്ക് നൽകണമായിരുന്നു. 40. പള്ളിക്ക് നൽകേണ്ടിയിരുന്ന 10-1 നികുതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം ടൈത്. കാർഷിക വിളവുകളുടെ 10-1 ഭാഗം സാധാരണക്കാർ കത്തോലിക്കാ സഭയ്ക്ക് നൽകേണ്ടതുണ്ടായിരുന്നു. 41. വിപ്ലവകാലത്ത് ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ലെജിസ്ലേറ്റീവ് അസംബ്ലി. നാഷണൽ അസംബ്ലിക്ക് ശേഷം പുതിയ ഭരണഘടനയനുസരിച്ച് രാജ്യം ഭരിക്കാൻ രൂപീകരിച്ച സഭയാണിത്. 42. ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷം നിലവിൽ വന്ന ഭരണകൂട രൂപം ഏതാണ്? ഉത്തരം ഫസ്റ്റ് ഫ്രഞ്ച് റിപ്പബ്ലിക്. 1792 രാജഭരണം ഔദ്യോഗികമായി അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 43. വിപ്ലവത്തിന്റെ അക്രമങ്ങളെ ശക്തമായി എതിർത്ത പ്രശസ്തനായ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരൻ ആരാണ്? ഉത്തരം എഡ്മണ്ട് ബർക്ക്. അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻസ് ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന പുസ്തകം വിപ്ലവത്തിന്റെ വഴിതെറ്റിയ പോക്കിനെ വിമർശിക്കുന്നതായിരുന്നു. 44. വിപ്ലവകാലത്ത് കൊല്ലപ്പെട്ട പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആന്റോൻ ലവാസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു നികുതി പിരിവുകാരൻ കൂടിയായിരുന്നു എന്ന കാരണത്താലാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. 45. വിപ്ലവത്തിന്റെ തുടക്കത്തിൽ ജനങ്ങൾ തങ്ങളുടെ തൊപ്പികളിലും വസ്ത്രങ്ങളിലും ധരിച്ചിരുന്ന മൂവർണ്ണ ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉത്തരം കോക്കേഡ്. ചുവപ്പ്, വെള്ള, നീല എന്നീ നിറങ്ങളുള്ള ഈ ചിഹ്നമാണ് പിന്നീട് ഫ്രാൻസിന്റെ ദേശീയ പതാകയ്ക്ക് അടിസ്ഥാനമായി മാറിയത്. 46. വിപ്ലവകാലത്ത് പത്രപ്രവർത്തനത്തിലൂടെ ജനങ്ങളെ അക്രമത്തിനു പ്രേരിപ്പിച്ച തീവ്രവാദി നേതാവ് ആരായിരുന്നു? ഉത്തരം ജീൻ പോൾ മറാത്ത്. തന്റെ പത്രത്തിലൂടെ നിരന്തരം ആളുകളെ വധിക്കാൻ ആഹ്വാനം ചെയ്ത ഇദ്ദേഹത്തെ പിന്നീട് ഒരു യുവതി കുത്തിക്കൊല്ലുകയായിരുന്നു. 47. ജീൻ പോൾ മറാത്തിനെ കിടപ്പറയിൽ വെച്ച് കുത്തിക്കൊന്ന യുവതി ആരാണ്? ഉത്തരം ഷാർലോട്ട് കോർഡേ. മറാത്തിന്റെ മരണം രാജ്യത്ത് സമാധാനം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചാണ് ഈ യുവതി ഈ സാഹസത്തിന് മുതിർന്നത്. 48. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1804.
വിപ്ലവത്തിന്റെ ആശയങ്ങളെ പല രീതിയിലും ഉപയോഗിച്ച നെപ്പോളിയൻ ഒടുവിൽ ഫ്രാൻസിൽ വീണ്ടും ഏകഛത്രാധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തത്. 49. ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഉത്തരം: ജനകീയ പരമാധികാരം. ഭരണാധികാരികളുടെ അധികാരം ദൈവത്തിൽ നിന്നല്ല, മറിച്ച് ജനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന ജനാധിപത്യബോധം ലോകവ്യാപകമായി പടർത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന് കഴിഞ്ഞു. 50. ഇനി 50-ാമത്തെ ചോദ്യം പ്രിയപ്പെട്ട ഓഡിയൻസിനായി മാറ്റിവെക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയങ്ങളിൽ ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത് ഏതാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ട്?